പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർ ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത ദൈവസഹായം വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസഹായ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ മഹത്തായ വാഗ്ദാനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവിടെ പലപ്പോഴും ഭയപ്പാടിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ഭ്രമിച്ചു പോകുന്ന ചില അനുഭവങ്ങൾ, ഭയപ്പെട്ട് ഭ്രമിച്ച് പേടിച്ച് നിൽക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നമ്മെ നോക്കി ദൂത് പറയുന്നു: ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഭയപ്പെടണ്ട. പലപ്പോഴും ഭയത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, പേടിയുടെ അനുഭവങ്ങൾ വരുമ്പോൾ, ഭ്രമിച്ചു നോക്കുന്ന ഈ അനുഭവങ്ങൾ വരുമ്പോൾ, ചില വിഷയങ്ങളുടെ മുന്നിൽ നാം വല്ലാതെ ഭയപ്പെടുമ്പോൾ, ചില വിഷയങ്ങളുടെ മുമ്പിൽ വല്ലാതെ പേടിക്കുന്ന ഈ അനുഭവങ്ങൾ വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നു: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് പറയുന്നു: മനുഷ്യരാരും സഹായിക്കാൻ ഉണ്ടായില്ല എങ്കിലും നീ ഭാരപ്പെടുന്ന വിഷയം എന്താണോ, നീ പേടിക്കുന്ന വിഷയം എന്താണോ, ഭയപ്പെട്ട് നോക്കുന്ന വിഷയം എന്താണോ, അതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളുടെ മുമ്പിലും ഭയപ്പെട്ട് പേടിച്ച് നിൽക്കുന്ന ചില അനുഭവങ്ങളല്ലേ. കർത്താവ് പറയുന്നു: നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ആരും പറയാത്തൊരു വാക്കാണ് കർത്താവ് പറയുന്നത്: ഞാൻ നിന്റെ കൂടെ നിൽക്കും. ചില സാഹചര്യങ്ങളിൽ ഭർത്താവ് നമ്മുടെ കൂടെ കാണത്തില്ല, ഭാര്യ നമ്മുടെ കൂടെ കാണത്തില്ല, മക്കൾ നമ്മുടെ കൂടെ കാണത്തില്ല, മാതാപിതാക്കൾ നമ്മുടെ കൂടെ കാണത്തില്ല, സഹോദരങ്ങൾ നമ്മുടെ കൂടെ കാണത്തില്ല. എന്നാൽ വിശ്വസ്തനായ കർത്താവ് പറയുന്നു: ഞാൻ നിന്റെ കൂടെ കാണും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നിന്നെ താങ്ങുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയത്തിൻ്റെ മുമ്പിൽ ചങ്കുറപ്പോടെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിവുള്ള, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നിശ്ചയമായും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലം എന്താണെങ്കിലും ദൈവത്തിന് നീതിയുള്ള വലങ്കൈ കൊണ്ട് അത് പരിഹരിക്കുവാനിടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം നിശ്ചയമായും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഒരു വാക്യം കൂടെ ചിന്തിക്കുക. ആവർത്തന പുസ്തകം 31-ാം വാക്യത്തിൽ അവൻ നിന്നെ കൈവിടില്ല. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, അവൻ നിന്നെ കൈവിടത്തില്ല. മനുഷ്യൻ കൈവിടും,
സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ വാക്കുമാറ്റും. കൂടെ നിൽക്കുന്നവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരോരോ വാക്കും മാറ്റി പറയുവാനിടയായിത്തീരും. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, അവൻ നിന്നെ കൈവിടത്തില്ല. കർത്താവ് ഒരിക്കലും നിന്നെ തള്ളിക്കളയും. യെശയ്യാ 1:9 പറയുന്നു, ഭയപ്പെടരുത്, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ നാം വിശ്വസിക്കണം, എന്നോട് കൂടെ ആരുമില്ല എങ്കിലും സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടാകുവാനിടയായിത്തീരണം. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. എബ്രായലേഖനം 13:5-6 പറയുന്നു, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല. ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, മാറോട് ചേർത്തണയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ, ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ, നീതിയുള്ള വലങ്കരം കൊണ്ട് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഭയപ്പെടാതെ, നാം ഭയപ്പെടുന്ന വിഷയം എന്തുമായിക്കോട്ടെ, നാം പേടിക്കുന്ന വിഷയം എന്തുമായിക്കോട്ടെ, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ ദൈവം നമുക്ക് മറുപടി നൽകി തരുവാനിടയായിത്തീരും. ആ മറുപടി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.